അപ്പൊ ഇപ്പൊ ഒരു വലിയൊരു മാവൊക്കെ ആണെന്നുണ്ട്. ഇപ്പൊ ഈ മാവ് ഞാൻ വെച്ച കണ്ടില്ലേ, ഇത് 2.5 വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ്. അപ്പൊ ഈ മാവ് ഞാൻ വെച്ചത് 24x24 സൈസുള്ള ബാഗാണ് കേട്ടോ. അപ്പൊ ഞാൻ 4-5 കമ്പനീന്റെ ബാഗ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആയിരിക്കും ബെറ്റർ എന്ന് തോന്നിയത് ആനന്ദി ഗ്രീൻസ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ബാഗാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളെ അധികം ചോദിക്കുന്നതാണ് ഈ HDP ഗ്രീൻ ഗ്രോ ബാഗിനെ കുറിച്ചിട്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഇത് എത്ര വർഷം ഈട് നിൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം സാധാരണ വളം വെക്കുന്ന കടകളിൽ നിന്നൊന്നും ഇതങ്ങനെ ആ സൈസിലുള്ള വലിയ സൈസിലുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അപ്പൊ എൻ്റെ കൃഷിയിൽ ഞാൻ കുറച്ചധികം പ്ലാന്റുകൾ തന്നെ ഈ HDP ഗ്രീൻ ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് പച്ചക്കറി കൃഷി മുതൽ ഫ്രൂട്ട്സ് പ്ലാന്റ് വരെ നമുക്ക് ഈ ഗ്രീൻ ഗ്രോ ബാഗിൽ നമുക്ക് നട്ടു വളർത്താൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ബാഗ് നമുക്ക് വലിയ സൈസൊക്കെ വളം വെക്കുന്ന കടകളിലൊന്നും കിട്ടൂല കേട്ടോ. കാരണം ചെറിയ ബാഗുകളൊക്കെ ചില കടകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഗ്രീൻ ഗ്രോ ബാഗ് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ബാഗ് നമ്മൾ അധികം വാങ്ങല് ഓൺലൈൻ വഴിയാണ്. അയച്ചാല് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനത്തെ ആപ്പുകൾ വഴിയാണ് നമ്മൾ ഈ ബാഗ് വാങ്ങാറ്. അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ പല കമ്പനീന്റെ ബാഗുകൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഓഫർ പ്രൈസിൽ കോംബോ പാക്ക് ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു 260 GSM എങ്കിലും ഉള്ള ബാഗുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ച് വർഷം ഇത് ഈട് നിൽക്കുകയുള്ളൂ. അപ്പൊ ഞാൻ 4-5 കമ്പനീന്റെ ബാഗ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആയിരിക്കും ബെറ്റർ എന്ന് തോന്നിയത് ആനന്ദി ഗ്രീൻസ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ബാഗാണ് കേട്ടോ. അപ്പൊ ആ കമ്പനീന്റെ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവര് അതിൽ കയറി വാങ്ങാവുന്നതാണ്. അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ സൈസ് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഗ്രോ ബാഗ് ഒക്കെ ചെറുത് വാങ്ങാന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റിമീറ്ററിന്റെ കണക്കാണ് പറയാ. ഇപ്പൊ 20 എന്നൊക്കെ പറഞ്ഞ സെന്റിമീറ്ററിന്റെ കണക്കാണ്. പക്ഷെ ഈ ബാഗ് ഇഞ്ചിന്റെ കണക്കാണ് കേട്ടോ വരിക. അപ്പൊ ഇപ്പൊ ഒരു വലിയൊരു മാവൊക്കെ ആണെന്നുണ്ട്. ഇപ്പൊ ഈ മാവ് ഞാൻ വെച്ച കണ്ടില്ലേ, ഇത് 2.5 വർഷം പ്രായമായിട്ടുള്ള ഒരു മാവാണ്. അപ്പൊ ഈ മാവ് ഞാൻ വെച്ചത് 24x24 സൈസുള്ള ബാഗാണ് കേട്ടോ. അപ്പൊ അത് വെച്ചാൽ 24 ഇഞ്ച് ഹൈറ്റ്, 24 ഇഞ്ച് വീതി വരുന്ന ഒരു ബാഗാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് 18x15 വരും, 20x15 വരും, അതേപോലെ തന്നെ 22x20 വരും. അങ്ങനെ പല സൈസിൽ വരും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് നടാൻ പറ്റുന്നതാണ്. നമ്മളെ പ്ലാന്റിന് അനുസരിച്ചിട്ടുള്ള ബാഗുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു 18x15 സൈസ് ബാഗാണ്. അപ്പൊ ഈ ബാഗ് നമ്മൾ ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 350 റുപ്യ ആയിരിക്കും ഇതിന്റെ വില കാണിക്കുക ഒരു പീസിന്. പക്ഷെ നമ്മൾ ഒന്നും കൂടി അത് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 18x15 സൈസ് അതേ കമ്പനീന്റെ തന്നെ 6 എണ്ണം ചിലപ്പോൾ 695 റുപ്യക്കും കാണാം. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. കാരണം ഇങ്ങനെ ഓഫറുള്ള കോംബോ പാക്ക് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മറ്റ് കമ്പനീന്റെ വില കുറഞ്ഞ ബാഗുകൾ നമ്മൾ കാണാമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിന്റെ റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ റിവ്യൂ ചെക്ക് ചെയ്യുക. അതേപോലെ അതിന്റെ GSM എത്ര ഉണ്ട് എന്നുള്ള നമ്മൾ നോക്കുക. അപ്പോൾ GSM കാണിക്കാത്തതോ GSM കുറച്ച് കാണിക്കുന്നതോ റിവ്യൂ ഇല്ലാത്തതോ ആയിട്ടുള്ള കമ്പനീന്റെ ബാഗുകൾ നമ്മൾ വാങ്ങാന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ കാലം ഈട് നിൽക്കില്ല. കാരണം നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിച്ച് വിണ്ട് കയറി വരുന്നതാണ്, അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇതൊരു 4-5 വർഷം നമുക്കൊരു കുഴപ്പമില്ലാതെ കിട്ടും. നല്ലപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 വർഷം വരെ ഇത് ഈട് നിൽക്കുന്നതാണ്. ഒരു 260 GSM ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലോക്കൽ കമ്പനീൻ്റെ ഒക്കെ ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ അതിന്റെ സ്റ്റിച്ച് വിട്ടിട്ട് പൊട്ടിക്കയറും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ സൈസിലുള്ള ഗ്രോ ബാഗും ഇതിൽ കിട്ടുന്നതാണ് കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ പച്ചക്കറി തൈകൾ നടാൻ പറ്റിയ 6x6 സൈസ് മുതൽ വലിയ പ്ലാന്റുകൾ നടാൻ പറ്റിയ 24x24 സൈസ് വരെയുള്ള ബാഗുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ പല ഷേപ്പിലുള്ളതും ഉണ്ടാവും. കാരണം വട്ടം കൂടിയിട്ടുള്ളത് നമ്മൾ പച്ചക്കറി വിത്തൊക്കെ നടാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ളതുണ്ടാവും. അതേപോലെ തന്നെ നീളം കൂടിയിട്ടുള്ള ടൈപ്പിലുള്ളതും ഉണ്ടാവും. അപ്പൊ നീളം കൂടിയ ബാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 4 അടി നീളം, അതേപോലെ 1.5 അടി വീതി, 1 അടി ഹൈറ്റ്, അങ്ങനത്തെ ഒക്കെ പല സൈസിലായിട്ട് വരുന്ന നീളം കൂടിയ ബാഗുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ നീളം കൂടിയ ബാഗുകൾ നമ്മൾ വാങ്ങുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ, അപ്പൊ ചീര കൃഷി ചെയ്യാൻ, അതേപോലെ പച്ചക്കറി ഏതും തന്നെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ബാഗ് വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ ബാഗ് വാങ്ങുമ്പോൾ 360 GSM എങ്കിലും ഉള്ള ബാഗുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി കൂടിയിട്ടുള്ള ബാഗുകളും ഇതുപോലെ ഓൺലൈൻ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ബാഗുകൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിലായിരിക്കില്ല വരിക, ബ്രൗൺ കളറിൽ അത്യാവശ്യം ക്വാളിറ്റി ആയിരിക്കും, കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും, ലേശം റേറ്റും കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ഗ്രോ ബാഗിൽ നമ്മൾ വലിയ പ്ലാന്റുകളൊക്കെ
നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അടിയിൽ ഒന്നെങ്കിൽ ഓടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റാൻഡുകളോ വെച്ചിട്ട് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നീട് നമ്മൾ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പിന്നെ വെള്ളം അടിയിൽ കെട്ടി നിൽക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട് വെച്ച് കൊടുക്കാം. ഞാൻ ഓടും വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാൻഡുകളും നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു 10 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 800 രൂപയ്ക്ക് കിട്ടേണ്ടതുണ്ട്. അതേപോലെ 500 രൂപയ്ക്ക് കിട്ടേണ്ടതുണ്ട്, 1500 രൂപയ്ക്ക് കിട്ടേണ്ട സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിൻ്റെ അളവാണ് കാണിക്കുക കേട്ടോ, ഇത്ര അടി നീളം വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ ലോഡ് കൂടി വരുമ്പോൾ അതിൻ്റെ കാല് ഒടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നതാണ് ഈ ഗ്രീൻ ഗ്രോ ബാഗ് എവിടെ നിന്നാണ് കിട്ടുക, കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ആമസോണിൽ അതേപോലെ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഓൺലൈനിലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാവുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്